കേന്ദ്ര സർക്കാരിന്റെ ഉൾനാടൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എലപ്പുള്ളി വിഹാര ഓഡിറ്റോറിയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തി. ഇതിലൂടെ മത്സ്യ കർഷകർക്കുള്ള ജീവനോപാധിയുടെ സുസ്ഥിര വികസന സാധ്യമാക്കാൻ കഴിയുമെന്ന് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സരിത വിജയൻ പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് വരും തലമുറയെ ആകർഷിക്കുവാനും നിലനിർത്തുവാനും സഹായിക്കുന്ന സുസ്ഥിര കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത്. മത്സ്യക്കുഞ്ഞുങ്ങളെ തയ്യാറാക്കുന്ന ഹാച്ചറി, ആധുനിക രീതിയിലുള്ള വിളവെടുപ്പ്, സംഭരണം, കോൾഡ് സ്റ്റോറേജ്, സംഭരണശാല, മൊബൈൽ വിപണന സംവിധാനം, മൂല്യവർധന നടത്തുന്നതിനുള്ള പ്രോസസ്സിംഗ് സെന്റർ, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിന് വനിതകളുടെ ഗ്രൂപ്പുകൾ തുടങ്ങി സമഗ്രവും സുസ്ഥിരവുമായ പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. പോഷകാഹാരം ലഭ്യമാക്കൽ, ഭക്ഷ്യസുരക്ഷ, വനിതകൾക്ക് തൊഴിൽ, ഗ്രാമസമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തൽ, കർഷകർക്കും തൊഴിലാളികൾക്കും അധിക തൊഴിൽ ദിനങ്ങൾ തുടങ്ങി ലക്ഷ്യങ്ങൾ കൂടി ഈ പദ്ധതിയിലൂടെ നേടിയെടുക്കാനാവുമെന്ന് സംഘാടകർ പറഞ്ഞു. ചടങ്ങിൽ കേന്ദ്ര ഉൾനാടൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ദീപ സുധീശൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ, കേന്ദ്ര ഉൾനാടൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ തങ്കം തെരേസ പോൾ, സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ വികാസ് പോൾ, PA സയന്റിസ്റ്റ് ഡോക്ടർ തനൂജ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.